തലയോലപ്പറമ്പ് സഹോദര സമാജം വാശിയോട് ലോകപ്രസിദ്ധമാണ്. അത് സാധാരണ യോഗമല്ല, ഒരു മഹാമഹമാണ്. അതെ, ഈ ആലംകുളത്തെ ഏജന്റ് ആരാ? എന്താ അക്കണക്കിനാണെങ്കിലേ ആഫീസിൽ അടി വരുന്ന ലക്ഷണമാണ്. എന്ത് പറ്റി? ഇതാ കണ്ടോ, ആലംകുളത്ത് പ്രസ് തൊഴിലാളികളുടെ പ്രതിഷേധ യോഗം, ആലംകുളത്ത് പ്രസവ തൊഴിലാളികളുടെ പ്രതിഷേധ യോഗം. അത് തിരുത്തി എന്ത് ചെയ്യാം? പിന്നെ സാറാ ഉടനെന്ന് അറിഞ്ഞപ്പോ ആളുകൾ നിളവിപ്പോയി. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇത്തരം മഹാമഹങ്ങൾക്ക് ആളുകൾ കൂടാറുണ്ടല്ലോ. അയ്യോ സാർ, ആയിരക്കണക്കിന് കൂടും. വൈകുന്നേരം 4 മണിക്കൂടെ കാറ് വന്നില്ലെങ്കിൽ സാറ് ടാക്സി എടുത്താൽ വന്നേക്കാണ്. ആ സാർ, ഇന്ന് കലാലോകത്ത് കാണാൻ ഉഷിച്ച പ്രവണതകളെ കുറിച്ച് സാറ് കാച്ചം വളരെ പ്രബുദ്ധരായ ഒരു ആഡിയൻസാണ് അവിടെ ഉള്ളത്. ഞാൻ ഇറങ്ങട്ടെ സാർ. ആ ബെഞ്ച് അങ്ങോട്ട് നിൽക്കിയിടെ, ഈ തല ഇങ്ങോട്ട് തിരിച്ച്. എന്ത് വേലയുടെ ഇതൊക്കെ? സാർ വന്നു കഴിഞ്ഞു. നമസ്കാരം. സെക്രട്ടറി എവിടെ? ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ പോയതായിരിക്കും. ഇപ്പോൾ വരും സാർ. ഞാൻ നോക്കിയിട്ട് വരാം സാർ. സെക്രട്ടറി ഒന്ന് വന്നോട്ടെ. അതുവരെ കാത്തുക എനിക്ക് പ്രയാസമാണ്. ആശുപത്രി സവാരി ഉണ്ട്, ഉടനെ പോകണം. എത്ര രൂപയാണ്? 5 രൂപ. ഇതാ. നമസ്കാരം. സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണ് ഞാൻ. ആയിരക്കണക്കിന് ജനങ്ങൾ കൂടുമെന്നും മറ്റുമാണ് സെക്രട്ടറി പറഞ്ഞത്. സാർ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? ഇവിടെ ഒക്കെ കലാപരിപാടികൾ തുടങ്ങുമ്പോഴേക്ക് മാത്രമേ ആളുകൾ വന്നു ചേരും. ഇത് മഹാമോശമായി പോയല്ലോ. ഉദ്ഘാടകനായി ഞാൻ വന്ന് ഉലക്ക പോലെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം. 10-100 പേരെങ്കിലും വന്നു ചേരുന്നത് വരെ നമുക്ക് എന്റെ വീട്ടിൽ പോയിരിക്കാം. ദേ തൊട്ടടുത്താ എന്റെ വീട്. വരണം, പോകാം. ഞാൻ നിരാശ കൊണ്ട് പറയുന്നതല്ല. ഇന്നത്തെ നാം ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ചിന്താഗതി എങ്ങനെ ആയിപ്പോയി. പ്രസംഗം കേട്ട് ആളുകൾ മടുത്തു. ഇപ്പൊ അവ കേൾക്കാൻ ആളില്ലാതായിപ്പോയി. നാം നിത്യമെന്നോണം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ പോലും കഥാപ്രസംഗങ്ങളും ഗാനമേളകളും മറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടാറുള്ളൂ. ഒരു നീണ്ട പ്രസംഗം ഇവിടെ അസ്ഥാനത്താണ്. കലാപരിപാടി കാണാൻ കൊതിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ തടസ്സക്കാരനായി നിൽക്കുകയില്ല. പക്ഷേ ഒരേ ഒരു വാക്ക് മാത്രം. കലയ്ക്ക് മനുഷ്യനെ ദേവനാക്കി ഉയർത്താനുള്ള മാസ്മര ശക്തിയുണ്ട്. ഈ കലാപരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. മിസ്റ്റർ, ഇനി മടക്കയാത്ര എങ്ങനെയാ? ഇങ്ങോട്ട് വന്നതിന് ഞാൻ പണം കൊടുത്തു. ടാക്സി അന്വേഷിച്ചിട്ട് അടുത്തൊന്നും കിട്ടിയില്ല. അവനവർ ആലോചിച്ചിട്ടുണ്ട്. ഉടനെ വരും. വിരോധം ഇല്ലെങ്കിൽ കാരണം ഈ വണ്ടിയിലങ്ങ് പോവാ. ഭാഗ്യം, ഈ വണ്ടിയെങ്കിലും ഉണ്ടല്ലോ. ഇനി സമയം കളയണ്ട. സാറിന് ഈ വണ്ടിയിൽ വരാമല്ലോ. ഇങ്ങനെയൊക്കെ വന്നുപോയി. സാറിന് വിഷമം തോന്നല്ലോ. അല്ല, സാറുകൾക്ക് രൂപ നാളെ എത്തിക്കാം. ഈ കുട്ടിയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഭാവിയുണ്ട്. ഫോട്ടോയോ ബ്ലോക്കോ ഉണ്ടെങ്കിൽ എന്റെ പ്രസിൽ കൊടുത്തേക്കണം. ഞാനൊരു അഭിപ്രായം എഴുതാൻ പോവുകയാണ്. കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് സന്തോഷമാണ്. ധിക്കാരം പറയുന്നു എന്ന് വിചാരിക്കരുത് സാർ. അതൊന്നും വേണ്ട. മീനയ്ക്ക് ഈ ജീവിതത്തോട് തന്നെ വെറുപ്പാണ്. പിന്നെ ഈ പരിപാടി വളരെ നേരത്തെ ഏറ്റുപോയതുകൊണ്ട് വന്നു പോയതാണ് സാർ. എന്താ ഈ ജീവിതത്തോട് ഇത്ര വേഗം വെറുപ്പ് തോന്നാൻ കാരണം? കല ജീവിതമാർഗമാക്കി വളരെയധികം കഷ്ടപ്പെട്ടവരാണ് സാർ മീനയുടെ അമ്മ. സാർ ഒരുപക്ഷെ കേട്ടിരിക്കും, കായംകുളം കമലമ്മ. ഓഹോ, അവരുടെ മകളാണോ ഈ കുട്ടി?
ആ നടിയെ പറ്റി ഇപ്പൊ ഒന്നും കേൾക്കാറില്ലല്ലോ. ആരും അന്വേഷിക്കാറുമില്ല സാർ. അവർ സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർക്ക് ആയിരക്കണക്കിന് ആരാധകന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ ജീവിക്കുന്നു? ആർക്കും അതൊരു പ്രശ്നമല്ല സാർ. ശരിയാണ്, അക്കൂട്ടനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കാറില്ല. മറക്കാൻ നമ്മൾ മഹാമിടുക്കന്മാരുമാണ്. എന്നാൽ നിശേഷം മറക്കുകയുമില്ല സാർ. അപവാദം പറയാനും അധിക്ഷേപിക്കാനും അവരുടെ പേര് ഓർമ്മിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇവൾക്ക് യാതൊരു സ്വൈര്യതയുമില്ല സാർ. റോഡിലേക്ക് ഇറങ്ങിയാൽ കൂക്കുവിളിയും കളിയാക്കലുമാണ്. സാറിന് ഇതത്ര പറ്റിയതല്ല. പത്രത്തിൽ ആദർശം വീഴും, രാത്രിയിൽ ഈ തൊഴിൽ. മീനയെ ഞങ്ങളെ വണ്ടിയിൽ വീട്ടിലെത്തിച്ചോളാം. സാറല്ലേ പോയട്ടെ. ഇതാണ് സാർ അവസ്ഥ. എന്ത് ചെയ്യാമെന്ന് പറയാം. പാവം, ഇവൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ്. ഇതിനിവൾ എന്ത് തെറ്റ് ചെയ്തു സാർ? നമസ്കാരം സാർ. ഞങ്ങളുടെ വീട് ഒരു കുടിലാണ് സാർ. വിരോധമില്ലെങ്കിൽ ഒന്ന് കേറിയിട്ട് പോവാ. അത് ഞങ്ങൾക്കൊരു അന്തസ്സാണ് സാർ. ശരി. എന്റെ പൊന്നുമോളെ, ഈ വേഷത്തിന് ഞാൻ എങ്ങനെ പോയി കാണും? സാരമില്ലമ്മേ, നമ്മുടെ വീട്ടിൽ വന്ന അദ്ദേഹത്തെ കാണാതിരിക്കുന്ന തെറ്റല്ലേ? എന്തൊരു മാറ്റം! ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഒരു നാടകം കണ്ടു. ഏതോ ഒരു ചരിത്ര നാടകം. അന്നെന്റെ ജോഡി ആരായിരുന്നു? അക്ബർ ശങ്കരപ്പിള്ളിയോ കുഞ്ഞുഞ്ഞി ഭാഗവതരോ? ഭാഗവതരാണെന്ന് തോന്നുന്നു. എന്നാ ഗുലേവക്കാവരി ആയിരിക്കും. അതിലും ഞാനായിരുന്നു തവല. വളരെ പ്രസിദ്ധമായ നാടകമല്ലേ. അന്ന് എല്ലാ മുക്കിലും മൂലയിലും നിങ്ങളുടെ ഒരാൾ പൊക്കത്തിലുള്ള പടങ്ങളായിരുന്നു. നാടകത്തിനിറങ്ങിയ ആദ്യത്തെ സ്ത്രീയും ഞാനായിരുന്നു. സാർ കേട്ടിരിക്കും, അന്ന് സ്ത്രീവേഷം കെട്ടുന്നത് പുരുഷന്മാരായിരുന്നു. ഓച്ചറ വേലുകുട്ടിയും മറ്റും. കേട്ടിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ എവിടെ പോയാലും ഒരു മഹാറാണി എഴുന്നുണ്ടെന്ന പോലെയായിരുന്നു. ഇന്ന് ഒരുമാതിരിയൊക്കെ ഞാൻ കഴിഞ്ഞു കൂടുന്നു. എന്തിനാ കള്ളം പറയുന്നത്? കഴിഞ്ഞുകൂടാനും പ്രയാസമാണ് സാർ. ഇന്നിവിടെ അടുപ്പിൽ തീ കണ്ടിട്ടില്ല. ഇവൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇനി വേണം വല്ലതും വാങ്ങി അത്താഴം ഉണ്ടാക്കാൻ. സാറിന് കട്ടൻ കാപ്പി ഇഷ്ടമല്ലായിരിക്കും. ഞങ്ങള് നാടകക്കാരുടെ പ്രധാന ഭക്ഷണം ഈ കട്ടൻ കാപ്പിയാണ്. എനിക്ക് കട്ടൻ കാപ്പിയാണ് ഇഷ്ടം. നാടകത്തിൽ അഭിനയിച്ചപ്പോൾ ഒന്നും സമ്പാദിച്ചില്ലേ? ഓ, ആ കാലത്തെക്കുറിച്ച് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഏതോ മഹാഭാവം ചെയ്തിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാനൊരു നാടകക്കാരിയായത്. സന്തോഷവും രസവും ഒക്കെ ഉള്ളതല്ലേ ഒരു നടിയുടെ ജീവിതം? ഇത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. സന്തോഷവും രസവുമെല്ലാം നാടകം കാണുന്നവർക്കാണ്. കൈയടിക്കുകയും പൂമാല തരികയും ഒക്കെ ചെയ്യും. പക്ഷേ ഉള്ളിൽ അവർക്കെല്ലാം പുച്ഛമാണ്. മാന്യമായി ഞങ്ങളോട് ആരും പെരുമാറുകയില്ല. ഒരു നല്ല കാര്യത്തിന് ഞങ്ങളെ ആരും ചേർക്കില്ല. ഒരു ഹീനവർഗത്തെ പോലെ ഞങ്ങളെ ലോകം തട്ടിമാറ്റി കളയുന്നു. കരയാതിരിക്കണം. ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ല സാർ. പകൽ കരച്ചിലാണ്. ആലോചിച്ചാൽ ചങ്ക് പൊട്ടിപ്പോകുന്നു സാർ. എന്തൊരു ഭയങ്കരമായ അനീതിയാണ്.
നാട്ടുകാരെ പാടിയും ആടിയും അഭിനയിച്ചും രസിപ്പിച്ച ആ നാടക നടികളെ ഒരു കാലയളവ് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാർ തന്നെ കാർക്കിച്ച് തുപ്പുന്നു. ഞങ്ങളുടെ സന്താനങ്ങളെ പോലും അവർ വെറുതെ വിടുന്നില്ല സാർ. നാടകക്കാരിയാണെങ്കിൽ പിഴയാണ്, പിന്നെ അവരുടെ മക്കളാണെങ്കിൽ അതിലേറെ പിഴകളാണ് എന്നാണ് സാർ ഇവരുടെ എല്ലാം അഭിപ്രായം. വേദനിപ്പിക്കുന്ന സത്യങ്ങളാണ് ഈ പറഞ്ഞത്. പക്ഷെ ജനങ്ങൾക്കിത് അറിയില്ല. അവരെ അറിയിക്കാൻ ആരും തയ്യാറായില്ല. അതിന് തയ്യാറാകേണ്ടത് ഞങ്ങളല്ലല്ലോ സാർ. സാറിനെ പോലുള്ള പൊതുപ്രവർത്തകന്മാർ വേണം അത് ചെയ്യാൻ. പൊതുപ്രവർത്തകരും നേതാക്കളും. സാറിനോട് ഞങ്ങൾക്ക് അങ്ങേ അറ്റത്ത് ബഹുമാനമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ വേദനകൾ കേൾക്കാനെങ്കിലും തയ്യാറായല്ലോ. സത്യത്തിൽ ഒരു നാടക നടിയുടെ ജീവിതം ഇത്രത്തോളം വിഷവും പിടിച്ചതാണെന്ന് എനിക്കറിയാൻ പാടില്ലേ? അല്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല. സാധാരണ അഭിമുഖ സംഭാഷണത്തിന് മാത്രമേ പത്രക്കാർ വരാറുള്ളൂ. ആ സംഭാഷണം നടക്കുന്ന നടിയുടെ ജീവിതത്തിലേക്ക് അവരാരും നോക്കാറില്ല. അവർക്കതിന്റെ ആവശ്യമില്ല. ജീവിതാനുഭവങ്ങൾ പലതാണല്ലോ. എന്നാലും ഞങ്ങളുടെ അനുഭവങ്ങൾ വല്ലാത്തവയാണ് സാർ. എന്റെ സ്വന്തം അനുഭവങ്ങൾ സാർ കേട്ടാൽ സ്തംഭിച്ചു പോവും. ഞാനത് മനസ്സിലടക്കിക്കൊണ്ട് ഭരിക്കും. ഞാനത് പുറത്തു പറഞ്ഞാൽ എന്റെ മകൾ പോലും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും സാർ. അത്തരം അനുഭവങ്ങളാണ് സാർ. ഒരു എഴുത്തുകാരനോ പത്രാധിപർക്കോ സങ്കല്പിക്കാനാവാത്ത തരത്തിൽ ഭയങ്കരങ്ങളാണവ. നശിച്ചു, എല്ലാം നശിച്ചു, എല്ലാം നശിച്ചു സാർ. ആ സ്വന്തം അനുഭവങ്ങൾ എഴുതി നിങ്ങൾക്ക് പ്രസിദ്ധപ്പെടുത്തരുത്. അത് ലോകം അറിയുകയും ചെയ്യും. ലോകം അറിയരുത്. അറിഞ്ഞിട്ട് ഇനിയൊന്നും നേടാനുമില്ല. അവയെല്ലാം എന്നോടൊന്നിച്ചു മണ്ണടിയട്ടെ. അത് ശരിയല്ല. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ ആത്മകഥയായി എനിക്ക് എഴുതിത്തരും. ഞാനതെന്റെ വാരികയിൽ പ്രസിദ്ധീകരിക്കാം. പാടില്ല, വേണ്ട. എന്റെ കഥ പരസ്യപ്പെടുത്തിയാൽ ഇന്നത്തെ പല മാന്യന്മാരും അതിൽ പ്രധാന കഥാപാത്രങ്ങളാവും. അവർക്കതൊരു അവമാനമല്ലേ? അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും വേദനിക്കേണ്ടി വരും. ഇപ്പോൾ ഞാനും എന്റെ മകളും മാത്രം വേദനിച്ചാൽ മതി. വേണ്ട, പാടില്ല. ഞാനോ നശിച്ചു. ഞാൻ എന്തിനു മറ്റുള്ളവരെ കൂടി വേദനിപ്പിക്കുന്നു? വേണ്ട, വേണ്ട. ഇതാണ് ഈ പരാജയബോധം എന്ന് പറയുന്നത്. നിങ്ങളുടെ നാശത്തിന് വഴിതെളിച്ചവർ ഇന്ന് മാന്യന്മാരായി കഴിയുന്നെങ്കിൽ അവരെ തുലിയൊഴിച്ച് കാണിക്കുന്നതിൽ തെറ്റില്ല. അയ്യോ, ഞാൻ ഇത്രയും പറഞ്ഞത് തന്നെ അബദ്ധമായെന്ന് തോന്നുന്നല്ലോ. ഞാനിതിന് തയ്യാറല്ല സാർ. എനിക്കിതിനുള്ള ധൈര്യവുമില്ല. ആ അധൈര്യം വേണ്ട. ഞാൻ മുമ്പിൽ നിൽക്കാം. അതിൽ നിന്നും വരാവുന്ന എല്ലാ ആപത്തുകളെയും ഞാൻ നേരിടാം. പക്ഷേ നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ വിശദമായി എഴുതുക തന്നെ വേണം. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന എല്ലാ നടികൾക്കും ഒരു അനുഗ്രഹവും കൂടിയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടവും ഉണ്ടാവും. അങ്ങനെ എന്റെ കഷ്ടതകൾ എഴുതി ഒരു ഫണ്ട് പിരിവ് വേണ്ട സാർ. അത് പിച്ചെടുക്കുന്നതിന് തുല്യമാണ്. ഈ ഇടയ്ക്ക് രോഗം പിടിച്ചു കിടക്കുന്ന 2-3 നാടകക്കാർക്ക് വേണ്ടി ഒരു ഫണ്ട് പിരിവ് ചിലർ നടത്തി. ഞാനും എന്റെ കമ്മിൽ പണയം വെച്ച് 5 രൂപ കൊടുത്തു. അവരാ ഫണ്ട് കൊണ്ടുപോയ സ്ഥലം ആശാൻ അറിയാം. ആശാൻ കണ്ടു. ചാരായ ഷാപ്പിലേക്കാണ് സാർ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഫണ്ട് പിരിവിനല്ല, ആത്മകഥ എഴുതിത്തന്നാൽ ഞാൻ തന്നെ അത് വിലക്കെടുത്തോളാം. ഞാനത് ചെയ്യില്ല സാർ. ഇപ്പോൾ തന്നെ മനസ്സടക്കി ഇവിടെ ജീവിക്കാൻ വഴിയില്ല. ഇനി ഇതുകൂടെ ആയാൽ എന്നെയും എന്റെ മകളെയും ഈ നാട്ടുകാർ തല്ലി കൊല്ലും. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കായംകുളം കമലമ്മ അവരുടെ ആത്മകഥ എഴുതുന്നു എന്നൊന്ന് പരസ്യപ്പെടുത്താനെങ്കിലും എന്നെ അനുവദിക്കാം. ഇന്നത്തെ ഈ ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും ഒക്കെ മാറും. അതെങ്ങനെ സാർ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്കും പ്രയാസമാണ്. പക്ഷേ എന്റെ മനസ്സിൽ ഞാൻ ചില പോംവഴികൾ കാണുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകുമെന്നുള്ളത് തീർച്ച. ഇത്രയധികം ആലോചിക്കാൻ എന്തിരിക്കുന്നു? സാറ് നമ്മളെക്കാൾ ബുദ്ധിയുള്ള ആളല്ലേ. കഥ എഴുതി കൊടുക്കണ്ട, ഫണ്ട് പിരിവും വേണ്ട. വെറും ഒരു പരസ്യം കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടാൻ പോകുന്നെങ്കിൽ എന്തിന് ഇത്ര അധികം ആലോചിക്കുന്നു? സാറ് പരസ്യപ്പെടുത്തിക്കൊണ്ടു. അവർ പറയട്ടെ. പറയണം. ഞങ്ങളുടെ ഗുണത്തിന് വേണ്ടിയായിരിക്കുമല്ലോ സാർ പറയുന്നത്. ഞാൻ സമ്മതിച്ചു. പക്ഷേ പരസ്യം ചെയ്തു എന്ന കാരണത്താൽ
ഒരിക്കലും എന്നോട് എന്റെ ആത്മകഥ എഴുതാൻ ആവശ്യപ്പെടരുത്. ഞാനത് ചെയ്യില്ല. എഴുതാൻ ഞാൻ ആവശ്യപ്പെടുകയില്ല. പക്ഷേ ആര് ചോദിച്ചാലും പ്രസിദ്ധപ്പെടുത്തും എന്ന് ധൈര്യമായി തന്നെ പറയണം. ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നു. ഏകദേശം ഒരു വ്യാഴവട്ടക്കാലത്തിനു മുമ്പ് നമ്മുടെ നാടകവേദിയിൽ അത്യുജ്വല നക്ഷത്രമായി മിന്നിത്തിളങ്ങിയ ശ്രീമതി കായംകുളം കമലമ്മ സ്വന്തം ആത്മകഥ എഴുതുന്നു. ധർമ്മയുദ്ധം വാരികയിൽ വായിക്കുക. നഗ്നസത്യങ്ങൾ പലതും ധീരമായി എഴുതുന്നു. അവ നിങ്ങളെ ഞെട്ടിപ്പിക്കും. നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും കുബേരന്മാരെയും കിടിലം കൊള്ളിക്കും. മലയാളക്കരയിൽ സംഹാര ശക്തിയോടെ ആഞ്ഞടിക്കുന്ന ഒരു അത്യുഗ്ര കൊടുങ്കാറ്റായിരിക്കും ഈ ആത്മകഥ. തുടർച്ചയായി വായിക്കുക. ഈ ശ്രീമതി കായംകുളം കമലമ്മ കുറച്ച് വലുതായിരിക്കണം. നന്നായിട്ടുണ്ട്. ബോർഡർ കുറച്ചുകൂടി തിക്കാക്കി. ശരി സാർ. തകർപ്പനായിട്ടുണ്ട് സാറേ. ഈ പരസ്യം പുറത്തു വന്നാലുണ്ടല്ലോ ഒരു 10,000 കാപ്പി നമുക്ക് കൂടുതൽ അടിക്കാം. എന്നിട്ടേ സാറേ, ഈ അഖിലലോക പര്യടനത്തിന് ഒരു സ്ത്രീ പുറപ്പെട്ടിട്ടുണ്ടല്ലോ. അവള് കേരളത്തിൽ വരുന്നു. അവൾക്ക് വെണ്ടയ്ക്കായോ മത്തങ്ങായോ കൊടുക്കേണ്ടത്? തലക്കെട്ട് മത്തങ്ങയിൽ തന്നെ കൊടുത്തേക്കും.